വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തോടുകൂടെ നിങ്ങളോടുകൂടെ സന്ധിക്കുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നല്ലോ. ഈ മരുഭയാത്ര എത്ര ക്ഷണികമാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം ദൈവവചന ധ്യാനത്തിന് വേണ്ടി, വചന പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എത്ര ഭാഗ്യമാണ്. തിരുവചനത്തിൻ്റെ മാഹാത്മ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ളത് മുഴുവൻ തിരുവചനത്തിലൂടെയാണ്. മാത്രമല്ല, ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് പോലും തിരുവചനത്തിലൂടെയാണ്. ദൈവവചനത്തിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവവചനം അറിയത്തില്ലാത്തൊരു വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഏക മാർഗം തിരുവചനമാണ്. നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. 1 ശമൂവേൽ അതിൻ്റെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ ശമൂവേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. അപ്പം ഇവിടെ ശമൂവേൽ യഹോവയെ അറിയാതിരുന്നതിന് കാരണം എന്താണ്? യഹോവയുടെ വചനം അന്ന് വരെ അവന് വെളിപ്പെട്ടില്ല. ഉണ്ടോ? അപ്പോൾ യഹോവയെ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയണം. ആ വചനം അറിയുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ നമ്മുടെ കരങ്ങളിൽ എത്തിയിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം. ഇന്നും വാസ്തവത്തിൽ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടോ? ഈ വചനം എത്ര ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? ഇതിൻ്റെ വില, ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയാൽ നമ്മളെപ്പോഴും ഈ വചനത്തോട് ബന്ധപ്പെട്ടിരിക്കും. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നത് തിരുവചനത്തിലൂടെയാണ്. അതേ അധ്യായം തന്നെ അതിൻ്റെ 3-ന്റെ-21-ാം വാക്യത്തിൽ ഇതേ വിഷയത്തിൽ പറയുമ്പോൾ ശമൂവേലിന് കൂടുതൽ ദൈവത്തെ വെളിപ്പെട്ടെങ്ങനെ അറിയോ? ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം. കണ്ടോ? അപ്പോൾ യഹോവയുടെ വചനത്താൽ എന്തു ചെയ്തു? ശീലോവിൽ വെച്ച് ശമൂവേലിന് വെളിപ്പെട്ടു. വചനത്താൽ. എത്ര വലിയ കാര്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒരു യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ ദൈവം നമ്മളെ പരമേൽപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായൊരു കാര്യം തിരുവചനമാണ്. കാരണം അത് കർത്താവ് പിതാവിനോടുള്ള പ്രാർത്ഥനാ സമയത്ത് തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ആ കാര്യം എടുത്തു പറയുകയുണ്ടായി. ഞാൻ ആ വാക്യം ഞാനത് ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായമാണല്ലോ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഭാഗം. അതിൻ്റെ 8-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ട് ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. കണ്ടോ? എത്ര ഗംഭീരമാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം കർത്താവ് പറയുകയാണ് ഞാൻ അവർക്ക് കൊടുത്തു എന്ന് പറയാൻ തൻ്റെ 12 ശിഷ്യന്മാർക്ക് കൊടുത്ത വിഷയമാണ് പറയുന്നത്. അപ്പോൾ അവർ അത് കൈക്കൊണ്ടവർക്ക് മനസ്സിലായി യേശു ക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് അവർ വിശ്വസിച്ചു. അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഈ വചനം നമ്മൾ കൈക്കൊള്ളുന്നതിലാണ്. വചനം കൈക്കൊള്ളുക, വചനത്തെ നമ്മൾ വിശ്വസിക്കുക, അതിന് നമ്മൾ അതുപോലെ അനുസരിക്കുക, ഇതാ അതിൻ്റെ വിഷയം. അതേ അധ്യായത്തിന് അതിൻ്റെ 14-ാം വാക്യത്തിൽ പിന്നെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്: ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുന്നവരെ ഈ ലോകം പകയ്ക്കും. അതും ഒരു ഭയങ്കരമായ ഒരു അടയാളം തന്നെയാണ്. നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിനുള്ളവരായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്
ഈ ലോകം നമ്മളെ പകയ്ക്കുവാനിടയാകുന്നത്. അതൊക്കെ എത്ര സത്യമല്ലേ? ഒരു യഥാർത്ഥ ഭക്തന് ഈ തിരുവചനത്തിൽ പറയുന്നതിൻ്റെ ശരിയായ അനുഭവം ഉണ്ടാവും. ആ അനുഭവം ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വളരെ വ്യക്തതയുള്ള കാര്യങ്ങളല്ലേ? ഇതാണല്ലേ തിരുവചനം. അത് പിതാവ് പുത്രന് നൽകി, പുത്രൻ അത് തന്നെ ശിഷ്യന്മാർക്ക് നൽകി. ഇന്ന് ശിഷ്യന്മാരും മറ്റുള്ളവർക്ക് കൊടുത്തോണ്ടിരിക്കുക. ഈ വചനം കൈക്കൊള്ളുവാൻ അനേർക്കും മനസ്സില്ല. നമ്മൾ ഈ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്ന അനേർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അത് കർത്താവ് പറഞ്ഞല്ലോ. അതിന് പോലും കൃപ ആവശ്യമാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-40 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കണ്ടോ? കർത്താവിൻ്റെ അടുക്കൽ വരിക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ സത്യം ഒന്ന് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത് എത്ര ഗഹനമാണ് പ്രിയമുള്ളവരെ, എത്ര ഗഹനമാണ്. നമുക്കിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സ്വന്തമായിട്ടുണ്ടോ? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അവിടെ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവർ എന്ത് ചെയ്യുന്ന, അതിൻ്റെ 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 41-ാം വാക്യം, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ അവൻ്റെ വാക്ക്, ഈ തിരുവചനം, അത് കൈക്കൊണ്ടവർ, ആ കൈക്കൊണ്ടവരിലാണ് വലിയ മാറ്റം ഉണ്ടായത്. അവർ കർത്താവിനെ അനുസരിക്കാനിടയായി തീർന്നു. നമ്മൾ യഥാർത്ഥമായിട്ടും ഇന്ന് നമ്മൾ ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം. കർത്താവിനെ അനുസരിക്കുന്നതിലും കർത്താവിനെ കേൾക്കുന്നതിലൊക്കെ നമുക്ക് ഈ തിരുവചനത്തോടുള്ള ബന്ധത്തിലാണ്. പിതാവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളൊന്ന് ഗ്രഹിച്ചാൽ നമുക്ക് എങ്ങനെ കർത്താവിൽ നിന്നും അകലാൻ പറ്റും? കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഉണ്ടോ? പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ദൈവമക്കൾ, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവാത്മാവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ആനന്ദത്തിനൊരു പരിധിയുണ്ടോ? അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പുത്രൻ പറയുകയാണ്, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അതേ കാര്യം തന്നെ അതിൻ്റെ 17-ാം അധ്യായം 23-ാം വാക്യത്തിൽ, നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ. കണ്ടോ? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ പിതാവ് നമ്മളെയും സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു വ്യത്യാസമില്ല പോലും. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അത് മനസ്സിലാവുന്നുണ്ടോ? എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിക്കുന്നത്. പുത്രനെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നു. നമ്മൾ ആ സ്നേഹത്തിനൊരിക്കലും യോഗ്യരല്ല. ഇവളൊരു ദൈവവചനം എന്ത് പറയുന്നോ അത് നമ്മുടെ യോഗ്യത നോക്കിയല്ല. ദൈവത്തിന് നമ്മളോടുള്ള കരുണ, കൃപ, ദയ, കാരുണ്യം, മനസ്സലിവ് എത്ര വലിയ കാര്യമാണ് ഈ സ്നേഹം. അപ്പോൾ നമ്മൾ, കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ. അതിനൊരു വ്യവസ്ഥ ദൈവം കർത്താവ് പറയുന്നുണ്ട്. അതേ യോഹന്നാൻ 15:10, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഉണ്ടോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ. അപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തിൽ പുത്രൻ വസിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അവൻ്റെ
കൽപ്പനകൾ പ്രമാണിച്ച്. അപ്പോൾ നമ്മളോട് കർത്താവ് പറയുന്നത് പ്രമാണിക്കുക എന്നുള്ള ഒരു വലിയ കടപ്പാട് നമുക്കുണ്ട്. അതാ സ്നേഹത്തിൻ്റെ അടയാളം. അതെത്ര ഗഹനമാണ്. അപ്പോൾ ഇത്ര നല്ല സ്നേഹനിധിയായ ഒരു പിതാവാണ് നമുക്കുള്ളത്. ആ നല്ല പിതാവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ? കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഉണ്ടോ? അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ആർക്കാ? കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്. കർത്താവിനെ ഓരോ ദിവസവും വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത് നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിൽ എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ് ദൈവമക്കളെ. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ആ യഥാർത്ഥമായ പ്രകാശനം അത് നമ്മളെ ഈ ലോകത്തിലെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ അകറ്റും. ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിനേക്കാൾ കവിഞ്ഞ് സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുവാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ? അത് തന്നെയാണോ നമ്മുടെ ആഗ്രഹം? അതാ വിഷയം. അപ്പോൾ നമുക്കൊരു ശരിയായ നിലയിലുള്ള കർത്താവിനെ അറിയാനുള്ള ശരിയായ നിലയിലുള്ളൊരു ആഗ്രഹം അതുപോലും ദൈവം തരുന്നതാണ്. അപ്പോൾ ഇവിടെ അതേ യോഹന്നാൻ 14:23 പറയുന്നു, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. എത്ര വിലപ്പെട്ട കാര്യമാണ്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. അതാ, കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ വചനം പ്രമാണിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ആ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുവാൻ കഴിയുന്നുണ്ടോ? അതുപോലെ അനുസരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ വിഷയം. എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാനും പിതാവും കൂടെ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവത്തോടു കൂടെ കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു വലിയ സ്വർഗീയ സന്തോഷം ആസ്വദിക്കുന്ന ഒരു ജീവിതമാണ്. ഇന്ന് അങ്ങനെയൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ആ ഒരു വലിയ സത്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ തിരുവചനം കൂടാതെ ഈ സ്നേഹം ഒരിക്കലും നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. കാരണം അതേ യോഹന്നാൻ 14:24 വാക്യത്തിൽ വായിക്കുന്നത്, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. ഉണ്ടോ? എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. അപ്പോൾ ഒരുവൻ ദൈവവചനം പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാത്തിനും ആധാരം തിരുവചനമാണ്. തിരുവചനത്തിലൂടെ വേണം നമ്മൾക്ക് കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുവാൻ. ഈ വചനപ്രകാരം തന്നെ മനുഷ്യനെ ഒരു ദിവസം കർത്താവ് ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. ഈ വചനപ്രകാരം തന്നെ കർത്താവ് തൻ്റെ ന്യായാസനത്തിന് മുൻപിൽ ഓരോ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഏത് കാര്യവും നമ്മൾ ഒരുങ്ങേണ്ടത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം ബുദ്ധിയുള്ള മനുഷ്യൻ. അതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ബുദ്ധിമാനായിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
നമ്മൾ ഈ സത്യം, ഈ യാഥാർത്ഥ്യം വളരെ ഗഹനമായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് തയ്യാറാക്കിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ വചനം, നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ലോകത്തിൽ 3 വിഭാഗം ജനങ്ങളുണ്ട് ഇന്ന്, അല്ലേ? മനുഷ്യൻ മതം എത്രയെന്ന് ചോദിച്ചാൽ എണ്ണി തീർക്കാൻ പറ്റാതെ ഏതെങ്കിലും മതങ്ങളുണ്ട്. അത് മനുഷ്യനുണ്ടാക്കിയതാണ്. എന്നാൽ ദൈവം മനുഷ്യനെ 3 നിലയിൽ 3 രീതിയിൽ അതിനെ വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജനം, തിരുവചനം പറയുന്ന ആ വിഭജനം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് അല്പമായിട്ട്, ആ നിലയിലുള്ള ആത്മീയ നിലവാരത്തെക്കുറിച്ചും അല്പമായിട്ട് പറയാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ ലോക മനുഷ്യർ ഈ 3 വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെടും. വളരെ ശ്രദ്ധിക്കണേ. യഹൂദൻ, യവനൻ, ദൈവസഭ. അപ്പോൾ നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്ന അബ്രഹാമിയ തലമുറയിൽപ്പെട്ട ഒരു വിശേഷ കൂട്ടമാണ്. യാക്കോബിൻ്റെ 12 മക്കൾ ഗോത്രങ്ങളായി തിരിഞ്ഞ് ഇസ്രായേൽ എന്ന് അവരെ നാമം ലഭിച്ച യാക്കോബിൻ്റെ സന്തതി പരമ്പരയാണ് ഈ യഹൂദന്മാർ. ഇസ്രയേലിയർ എന്നും യഹൂദന്മാർ എന്നും വിളിക്കുന്നത് അവരെയാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതുകൂടാതെ ഒരു കൂട്ടരാണ് യവനന്മാർ എന്ന് പറഞ്ഞാൽ ഈ ദൈവം വിളിച്ച് വേർതിരിക്കാത്ത യഹൂദരൊഴികെയുള്ള എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിരിക്കുക. അതാണ് യവനന്മാർ, അല്ലെങ്കിൽ ജാതികൾ. യഹൂദന്മാർക്ക് പുറത്തുള്ളവരെല്ലാം ജാതികളായിട്ട് എണ്ണപ്പെടുന്നത്. എന്നാൽ 3-ാം ഒരു കൂട്ടരോടുണ്ട് ഇന്ന്, അതാണ് ദൈവസഭ. അപ്പോൾ ഈ ദൈവസഭയിൽ യഹൂദന്മാരുമുണ്ട്, യവനന്മാരുമുണ്ട്. ഇത് 3-ാമത്തെ ഗ്രൂപ്പാണ്. ഇന്ന് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഒരു വിഭാഗം എന്ന് പറയുന്നത് ദൈവസഭയാണ്. അപ്പോൾ ദൈവസഭയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു നല്ല അറിവ്, ദൈവസഭ എന്താണ്? ദൈവസഭ കർത്താവ് മത്തായി 16:12 പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ കർത്താവ് തൻ്റെ ഒരു സഭയെ പണിതുകൊണ്ടിരിക്കുന്നു. ആ സഭ ഏതാണ്? പലരും അവകാശപ്പെടുന്നത് ഞങ്ങളാണെന്നാണ്. എന്നാൽ ദൈവസഭ എന്നുള്ളത് അത് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൻ്റെ ബി പാർട്ടിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭ കർത്താവിൻ്റെതാണ്. ഈ സഭയുടെ ഓരോ അംഗങ്ങളും രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള, രക്ഷിക്കപ്പെട്ടവർ. അപ്പോൾ ഇന്ന് ഞാൻ ദൈവസഭയുടെ അംഗമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നമ്മളിന്ന് യഥാർത്ഥമായിട്ടും ദൈവസഭയുടെ അംഗമായി തീർന്നിട്ടുണ്ടോ? ദൈവസഭ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവഹൃദയത്തിലെ മറഞ്ഞിരുന്ന മർമ്മം. അത് പഴയ നിയമത്തിലൊന്നും വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർക്ക് ദൈവം അത് പ്രകാശിപ്പിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം ഈ സത്യത്തിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് തിരുവചനത്തിലൂടെ ലഭിക്കുന്നു. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി ആ ദൈവസഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായി നിൽക്കുക എന്നുള്ളത് എത്ര വിലപ്പെട്ട കാര്യമാണ്. ഈ ഒരു ചെറിയൊരു ആയുസ് നമ്മൾ നഷ്ടമാക്കല്ലേ. ദൈവിക പദ്ധതികളെ നമ്മൾ തിരുവചനത്തിലൂടെ അറിയണം. ഈ സത്യങ്ങൾ അറിഞ്ഞ് ഞാൻ ഇന്ന് ദൈവസഭ, ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്.
അത് വളരെ ഗഹനമായൊരു കാര്യമാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നുകൊണ്ട് അവിടുത്തെ ശരീരത്തിൻ്റെ ഒരു അവയവമായി ഈ ശരീരത്തിൻ്റെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നുള്ള ആലോചനയിൽ ഓരോ ദിവസവും നീങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കും യഥാർത്ഥ ദൈവസഭയുടെ അംഗം. ഇത് നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയണം. എങ്ങനെയെങ്കിലും ഉള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ഞാനിന്ന് യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായി തീർന്നിട്ടുണ്ടോ, ദൈവസഭയുടെ ഞാൻ അംഗമാണോ, എവിടെയെല്ലാം ലോകത്ത് ഉണ്ടെങ്കിലും ഉള്ളവരാണെങ്കിലും അവർ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് അംഗീകരിച്ച എല്ലാവരും ദൈവമക്കളാണ്. അവർ ദൈവസഭയുടെ അംഗമാണ്. അവരേതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ അംഗമായിരിക്കാം, എന്നാൽ സാർവത്രിക സഭയിലെ അവരൊരു അംഗമാണ്. ക്രിസ്തുവിൻ്റെ ശരീരമായ ആ സഭയുടെ ഒരു അവയവമാണ്. ഇത് വളരെ വിലപ്പെട്ടൊരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും നിലനിർത്തുന്നത്. ഇതിൽ നമ്മൾ വളർച്ച ഉണ്ടാകണം. അപ്പോൾ ഈ ആത്മീയ ഗോളത്തിൽ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നമ്മളൊരു സഭ കൂടി വരുമ്പോൾ ആ കൂടി വരുന്ന കൂട്ടങ്ങളിൽ 3 നിലയിലുള്ള ജനങ്ങളുണ്ട്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 നിലയിലുള്ള അതാരൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 പ്രാകൃതന്മാർ, 2 ജഡീകർ, 3 ആത്മീയർ. ഈ 3 കൂട്ടം ജനങ്ങളും എല്ലാ കൂടിവരവുകളിലും നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് പ്രാകൃതരുണ്ട്, അതിനകത്ത് ജഡീകന്മാരുണ്ട്, അതിനകത്ത് ആത്മീയരുണ്ട്. ഇന്ന് നമ്മുടെ നിലവാരം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അനേകരും വളരെ നല്ല മതഭക്തരായിട്ടുള്ളവരുണ്ട്, സംഘടനാഭക്തിയുള്ളവരുണ്ട്, എന്നാൽ ദൈവഭക്തന്മാരെ വളരെ കുറച്ചേ കാണാൻ കഴിയും. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഞാനൊരു യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയനാണോ, അതോ ജഡീകനാണോ, അതോ പ്രാകൃതനാണോ, ഈ കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പം പ്രാകൃതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ അവൻ്റെ ഒരു വീഴ്ച ഞാൻ നിങ്ങളോട് പറയാം. അത് 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 14-ാം വാക്യത്തിലാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങൾ ഒരിക്കലും കൈക്കൊള്ളുവാൻ കഴിയില്ല, അവർക്കത് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വളരെ ഒരു സത്യമായ കാര്യമാണ്. ഈ ലോകത്തിൽ എത്രയെല്ലാം ജ്ഞാനമുണ്ടെങ്കിലും അവനൊരു ആത്മീയനല്ല എങ്കിൽ അവനൊരിക്കലും ആത്മീയ കാര്യങ്ങളെ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അവനൊരിക്കലും ഈ ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അതൊരു സത്യമല്ലേ? കാരണം നമുക്ക് അതിൻ്റെ തന്നെ 1 കൊരിന്ത്യർ 2:12 വായിക്കുന്നുണ്ട്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. കണ്ടോ? അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ആത്മീയ കാര്യങ്ങൾ കേട്ടാൽ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ?
അത് മനസ്സിലാക്കണം. നമുക്കറിയാം, ഈ ആത്മീയരല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവരെയാണ് പ്രാകൃതർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് യൂദായുടെ ലേഖനം 19-ാം വാക്യത്തിൽ, അതൊരു അധ്യായമുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ വായിക്കുന്നത് പ്രാകൃതന്മാർ അവർ ആത്മാവില്ലാത്തവരെന്ന്, അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ എന്നോട് എഴുതിയിട്ടുണ്ട്. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളാണ് ഈ പ്രാകൃതന്മാർ. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രം ജനിച്ചവൻ, ജഡത്തിൽ മാത്രം ജനിച്ചവൻ, വീണ്ടും ജനിക്കാത്തവൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ഒരു പ്രാകൃത മനുഷ്യന് ഒരിക്കലും, അവനിനി ലോകപ്രകാരം എത്ര വിദ്യാസമ്പന്നാണെങ്കിലും അവന് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് അനേക ഉദാഹരണങ്ങൾ നമുക്ക് തിരുവരുത്ത് തന്നെ കാണാൻ പറ്റും. നമുക്കറിയാം, പിന്നെ ആ ഷണ്ണൻ്റെ കാര്യം. ഷണ്ണൻ തേരിലിരുന്നു കൊണ്ട് ദൈവവചനം വായിക്കുകയായിരുന്നു. താൻ വിദ്യാഭ്യാസമുള്ളവനാണ്, എനിക്ക് വായിക്കാനറിയാം, എന്നാൽ തനിക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ പലവട്ടം ആ കാര്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ഫിലിപ്പോസ് ചെന്നിട്ട് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിക്കുന്ന ഒരു കാര്യം, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോട് കൂടി ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഫിലിപ്പോസ് താൻ വായിച്ച ഭാഗത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അത് ശ്രദ്ധിച്ച് കേട്ട ഈ ഷണ്ണൻ ആ വചനത്തെ, അതിൻ്റെ പ്രകാശനം കൈക്കൊള്ളുകയും കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച് യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടവനായി പോവുകയും ചെയ്യുന്ന കാഴ്ചപ്പാട് നമ്മൾ ആ ഭാഗത്ത് തുടർന്ന് കാണുന്നു. അപ്പോൾ തിരുവെഴുത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതിനെ ശരിക്കും ആസ്വദിക്കാൻ കഴിയില്ല, അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടായില്ല. അപ്പോൾ ഒരു പ്രാകൃത മനുഷ്യൻ നോക്കണം, അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം ദൈവവചന പ്രകാരം ഒരു പ്രാകൃതനായിരുന്നു. പ്രാകൃതൻ, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത മനുഷ്യൻ. എത്രയെല്ലാം ജ്ഞാനിയോ എത്രയെല്ലാം പദവികളുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും ഇന്ന് നമ്മൾ കാണുന്ന രക്ഷിക്കപ്പെടാത്ത എല്ലാവരും പ്രാകൃതന്മാരാണ്. നമുക്കറിയാം, ഒരു രാത്രിയിൽ കർത്താവിൻ്റെ അടുക്ക വന്ന നിക്കോദമോസ്, താനും ഒരു പ്രാകൃതനായിരുന്നു, വീണ്ടും ജനിക്കാത്ത വ്യക്തിയായിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അത് അവിടെ ആ സംഭാഷണത്തിൽ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വ്യക്തമായിട്ടും കാണാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം. ഞാനതിൻ്റെ എല്ലാം ഒന്നും വായിക്കുന്നില്ല, അതിൻ്റെ 3-4 വാക്യം മാത്രം പെട്ടെന്ന് വായിക്കാം. അവിടെ യേശു 3-4 വാക്യം ഞാൻ വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ഉണ്ടോ? അതാണ് ഒരു പ്രാകൃത മനുഷ്യൻ. ആരാ നിക്കോദമോസ്? താൻ ഒരു റബിയ, ഒരു ഉപദേഷ്ടാവ, ലോകപ്രകാരം പ്രായവും പക്വതയുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും കർത്താവ് പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ അവൻ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ദൈവവചനം വായിക്കുന്നെങ്കിൽ നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് യഥാർത്ഥമായും ഈ വീണ്ടും ജന്മം എന്ന് പറയുന്ന അനുഭവമുണ്ടോ? ഞാനൊരു പുതുസൃഷ്ടിയായി തീർന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ദൈവസഭയുടെ ഒരു അംഗമാണെന്ന് പറയാൻ കഴിയുമോ? ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായിരിക്കാം ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും. എന്നാൽ നിങ്ങൾ യഥാർത്ഥമായും ദൈവസഭയുടെ അംഗമായി തീർന്നിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരു അംഗമായി, ഒരു അവയവമായി മാറുവാൻ വീണ്ടും ജന്മത്താൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ വ്യക്തി പ്രാകൃതനാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ സ്നാനപ്പെട്ടോ എന്നല്ല, നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടോ എന്നാണ്.
അല്ലെങ്കിൽ ഇന്ന് എത്രയോ സ്നാനപ്പെട്ടവർക്ക് രക്ഷാനുഭവമില്ല. അങ്ങനെ പോയി വെള്ളത്തിൽ മുങ്ങിയ അനേകരുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മളെ പഴയ സൃഷ്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്തു കൊണ്ടുവന്ന് പുതിയ സൃഷ്ടിയിൽ ആക്കി വയ്ക്കുക എന്നതാണ്. പുതിയ സൃഷ്ടിയിലാക്കി വയ്ക്കുക, വീണ്ടും ജനനം, ദൈവത്തിൻ്റെ സ്വന്തം ജീവൻ സ്വീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ സ്വന്തം ജീവൻ പ്രാപിക്കുക. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വകയായി തീരുക, ദൈവത്തിൻ്റെ സ്വന്തമായി തീരുക. ആ പഴയ സൃഷ്ടിയിൽ നിന്നും പൂർണ്ണമായും നമ്മളെ വേർപെടുത്തുക, അതാ വീണ്ടും ജന്മം. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ രണ്ട് വ്യക്തികളേ ഉള്ളൂ, രണ്ട് മനുഷ്യൻ. ഒന്നാം മനുഷ്യൻ, രണ്ടാമത്തത് ഒടുക്കത്തെ മനുഷ്യൻ. ഇങ്ങനെ രണ്ട് മനുഷ്യരാണ് തിരുവചനത്തിൽ എന്ന് നമ്മൾ ഇതിനു മുൻപ് പലവട്ടം വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാം വാക്യത്തിൽ വായിക്കുന്നതാണ്. ഒന്നാം മനുഷ്യനായ ആദാം, ഒന്നാം മനുഷ്യൻ, അത് ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഒടുക്കത്തെ ആദാം അല്ലെങ്കിൽ ഒടുക്കത്തെ മനുഷ്യനായ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒടുക്കത്തെ മനുഷ്യനിൽ നമ്മൾ ആയിത്തീരണം, അല്ലെങ്കിൽ ആക്കി വയ്ക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ അങ്ങനെ ആയിത്തീരാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ കുറിച്ച് പറയുന്നത് അവൻ പ്രാകൃതനാണെന്നാണ്. പ്രാകൃതൻ. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഈ വിഷയം, ഞാനത് നാളെ തുടർച്ചയായിട്ട് പറയാം. അപ്പോൾ ഈ ലോകത്തിൽ 3 വിഭാഗം ജനങ്ങളാണുള്ളത് എന്ന് തിരുവചനം പറയുന്നു. ഒന്ന് യഹൂദൻ, ഒന്ന് യവനൻ അല്ലെങ്കിൽ ജാതികൾ, 3 ദൈവസഭ. അതേപോലെ തന്നെ ആത്മീയമായ നിലവാരത്തിലും ഒരു കൂട്ടായ്മയിൽ 3 നിലയിലുള്ള ജനങ്ങളുണ്ടാവും: പ്രാകൃതൻ, ജഡീകൻ, ആത്മീയൻ. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ ഇന്നൊരു പ്രാകൃതനാണോ, അതോ ജഡീകനാണോ, അതോ ആത്മീയനാണോ? അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മളൊരു യഥാർത്ഥത്തിലുള്ള ഒരു ദൈവത്തിലാണെങ്കിൽ അവനൊരു ആത്മീയനായിരിക്കണം. അതെങ്ങനെ കഴിയും? ആരെയാണ് ആത്മീയരെന്ന് പറയുന്നത്? അത് കർത്താവ് സഹായിച്ചാൽ, ഇന്ന് സമയം പോയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്കത് വിശദമായി പറഞ്ഞുതരാം. നമ്മളിതൊക്കെ ഈ സത്യങ്ങളൊക്കെ അറിയാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ചെറിയൊരു ആയുസ്സിലാണ് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഈ ഒരുക്കങ്ങളും ഈ കാര്യങ്ങളുമെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അതിന് കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.